ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ല പെർഫെക്റ്റായിട്ടും സോഫ്റ്റായിട്ടും ചപ്പാത്തി എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്നാണ്. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഗോതമ്പ് മാവ് ഏത് ടൈപ്പായാലും കുഴപ്പമില്ല. ഗോതമ്പ് വാങ്ങിച്ച് നമ്മൾ മെല്ലിയെ കൊടുത്ത് പൊടിച്ചതായാലും പാക്കറ്റിലതായാലും ഒന്നും കുഴപ്പമില്ല. ഏത് മാവായാലും ഇതുപോലെ കുഴച്ചെടുത്താൽ മതിയാകും. മാവ് കുഴയ്ക്കാൻ വേണ്ടി എടുക്കുന്ന വെള്ളം ഇതേ പാകത്തിന് എടുത്താൽ മാത്രം മതിയാകും നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടി. ഞാൻ അതിനിവിടെ കുറച്ച് മാവ് എടുത്തിട്ടുണ്ട്. ദാണ്ടെ വെള്ളം കുറച്ച് നല്ലതുപോലെ തിളപ്പിച്ച് ഉപ്പും ചേർത്ത് തിളപ്പിച്ച വെള്ളം കുറച്ചൊന്ന് ആ തിള മാറി ചെറിയ ചൂടൊന്ന് മാറിയതിന് ശേഷം തൊട്ടാൽ ദാണ്ടെ ആവി പറക്കുന്ന ഈ ചൂട് വെള്ളം നമ്മുടെ ഈ മാവിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്ത് കുറച്ച് കുറച്ച് വീതം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇതുപോലെ കുറച്ച് വീതം എടുത്താണ് ഞാൻ നല്ല ചൂടുണ്ട് വെള്ളം. വെട്ടിത്തിളച്ച വെള്ളം ഒന്ന് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെച്ചു. അത് ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കുക. മാവ് ഇതൊന്ന് ചെറിയ രീതിയിലൊന്ന് നല്ല തിളച്ച വെള്ളവും കൂടെ ആയതുകൊണ്ട് ഒന്ന് വേകുമ്പോൾ തന്നെ നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. നല്ല രീതിയിൽ അത് പരത്തിയെടുക്കാനും പറ്റും. ഇത് പ്രസ്സിൽ വെച്ചല്ല ഞാൻ ചപ്പാത്തി തയ്യാറാക്കി എടുക്കുന്നത്. നമ്മൾ പലകയിൽ പരത്തിയാണ് എടുക്കുന്നത്. സാധാരണ ചപ്പാത്തി മാവ് ശരിയാവാത്തത് കാരണമാണ് കൂടുതലും പേര് ഈ പ്രസ്സിൽ വെച്ചൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് നമ്മൾ ചപ്പാത്തി തയ്യാറാക്കുന്നത്. ഇത് മാവ് നല്ല പെർഫെക്റ്റായിട്ട് വരികയാണെങ്കിൽ നമുക്ക് പലകയിൽ വെച്ച് നല്ലതുപോലെ പരത്തിയെടുക്കാം. പലകയിൽ വെച്ച് പരത്തുന്ന ചപ്പാത്തിക്കാണ് നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും ഒക്കെ കിട്ടുന്നത് സാധാരണ. ഇനി നമുക്ക് മാവിനെ ഇത് ഇത്രയും വെള്ളം മതിയാകും. ഇനി നമുക്ക് കുഴച്ചെടുക്കാം. ഈ വെള്ളത്തിൻ്റെ ബാക്കി വെച്ചിരിക്കുക. നമ്മൾ മാവ് ഞാനൊരു സ്ലാപ്പിലോട്ട് തട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോഴാവശ്യമുണ്ടെങ്കിൽ നമുക്ക് അപ്പോഴും ചേർത്ത് കൊടുക്കാം. സ്ലാപ്പിലോട്ട് മാവ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ കൂടുതൽ സമയം ഇത് കുഴക്കേണ്ട ആവശ്യമില്ല. മാവ് നല്ല സോഫ്റ്റായി ഇരിക്കുന്നത് കാരണം നമുക്ക് കുറച്ചൊന്ന് ഇത് എല്ലാ മാവും കൂടെ കൂട്ടി യോജിപ്പിച്ചൊന്ന് കുഴച്ചാൽ മതിയാകും. ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി മാവ് വെച്ചാണ് ഞാനിപ്പോൾ ചപ്പാത്തി തയ്യാറാക്കുന്നത്. ബാക്കി പകുതി ഞാനൊരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അത് നാളത്തെ ആവശ്യത്തിന് എടുക്കാനാണ്. ഇതുപോലെ കുറച്ച് പൊടിമാവിലോട്ട് മാവ് ഇട്ടതിന് ശേഷം എടുത്ത് വേണം നമുക്ക് ചപ്പാത്തി ഇതുപോലെ പരത്തിയെടുക്കാൻ. ചെറിയ രീതിയിൽ മാവ് ഇടയ്ക്കിടയ്ക്കൊന്ന് ചേർത്ത് കൊടുത്താൽ മതിയാകും. ചപ്പാത്തി ഇതുപോലെ തയ്യാറാക്കിയെടുക്കാൻ വേഗം ഇതുപോലെ പരത്തിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ ഈ മാവ് ഇതുപോലെ പാത്രത്തിൽ തുറന്ന് വെച്ചിരിക്കാവൂ. അല്ലെങ്കിൽ ഇത് കാറ്റ് കൊണ്ട് നല്ല ഉണങ്ങിപ്പോവും. മാവ് ഉണങ്ങിയാൽ പിന്നെ നമുക്കത് പരത്താൻ വലിയ പാടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 5 ഉരുളയുടെ മാവൊക്കെ ഒന്ന് പുറത്ത് വെച്ചിട്ട് ബാക്കി ഒരടപ്പുകൊണ്ട് അടച്ച് അവിടെ തന്നെ വെച്ചിരുന്നാൽ മതിയാകും. അല്ലെങ്കിൽ നമ്മൾ ഇത് പരത്തി വരുമ്പോഴത്തേക്കും താമസിച്ചാണ് പരത്തി വരണമെങ്കിൽ ആ മാവിരുന്ന് ഉണങ്ങും. പിന്നെ അത് കുറച്ച് പാടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ചപ്പാത്തി പരത്തുമ്പോൾ കറക്റ്റ് റൗണ്ട് ഷേപ്പൊന്നും കിട്ടില്ല. അത് ചിലർക്ക് ചിലപ്പോൾ കിട്ടുമായിരിക്കും. എനിക്കിതുപോലെയൊക്കെയാണ് കിട്ടുന്നത്. ഞാനിതിനെ കട്ട് ചെയ്തൊന്നും എടുക്കില്ല. നിങ്ങൾക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പ് വേണമെങ്കിൽ ഏതെങ്കിലും പാത്രമോ അടപ്പൊക്കെ വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാകും. അടുത്ത ചപ്പാത്തിയും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ബാക്കിയെല്ലാം പരത്തിയെടുക്കാം. പാൻ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഓരോ ചപ്പാത്തിയും ഇട്ട് മുരിച്ചെടുക്കാം. ചപ്പാത്തിയിലോട്ട് നെയ്യോ എണ്ണയോ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തതാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ കുറച്ച് വീതം ചപ്പാത്തിയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ആവശ്യമെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്താൽ മതിയാകും. ഇത് ചേർക്കുമ്പോൾ കുറച്ച് മണമൊക്കെ കിട്ടും. അതിനു വേണ്ടി മാത്രമാണ്. ഇത് നമ്മളിതുപോലെ മറിച്ചും തിരിച്ചുവിട്ട് എല്ലാം മുരിച്ചെടുക്കാം.
എല്ലാ ചപ്പാത്തിയും തയ്യാറായിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ചപ്പാത്തിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ നിന്ന് ഞാൻ ഒരെണ്ണം എടുത്തൊന്ന് പിച്ച് കാണിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് പിറ്റേ ദിവസത്തേക്കും ഒന്നും ചെയ്യില്ല. ഒരു പാത്രത്തിലോട്ട് പുറത്ത് തന്നെ വെച്ചാൽ മതിയാകും. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ ചപ്പാത്തി തയ്യാറാക്കിയ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.